ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു ഓട്ടത്തിനായിട്ട് പോവാണ് കേട്ടോ. തിരക്ക് വെച്ച് പോകാൻ ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതിയും വരുന്നുണ്ട്. എടാ സച്ചി, ഞാനും കൂടി വരുന്നുണ്ട്. ആ എന്തിയെ, നിന്റെ കാർ എന്തിയെ? അത് എൻ്റെ കാറ് ഞാൻ ഷോറൂമിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും കിട്ടില്ല, ഞാനും കൂടി വരുന്നു, എന്നെ ഷോപ്പിലേക്ക് ഇറക്കിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ സച്ചിയുടെ കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. ശ്രുതിയും തമ്മിൽ മിണ്ടാനോ കാണാനോ പാടില്ല എന്ന് ചന്ദ്രമതി വിലക്കിയിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ കാറാണെങ്കിൽ ആൻ്റണിയെ കൊണ്ട് ബ്രേക്കെല്ലാം കട്ട് ചെയ്യിപ്പിച്ച് സച്ചിയോട് ഭയങ്കര പ്രതികാരം തീർക്കാനായിട്ട് ഒരു അപകടക്കെണി ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ശ്രുതിയും സച്ചിയും കൂടി കാറിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും ആ വണ്ടിയിലാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ഓടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ നീ എങ്ങോട്ടാ ഈ പാഞ്ഞു പോകുന്നത്? അല്ല ശ്രുതി, ശ്രുതിയുടെ കൂടെ ഒട്ടി തന്നെ നിനക്ക് പാർലറിലേക്ക് പോയാലേ പറ്റുള്ളൂ. അല്ല ആൻറ്റി, ഞാൻ ശ്രുതിയോടൊരു കാര്യം പറയാൻ. അതെ, നീ തൽക്കാലം ഒരു കാര്യവും നിന്റെ കയ്യിൽ നിന്ന് ശ്രുതിക്ക് കേൾക്കണ്ട. കയറി പോകാൻ നോക്ക്. നീ പോയേ പാർലറിൽ പോകാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ കൂടെ തന്നെ കാറിൽ കയറി പോകുന്നുണ്ട്. സച്ചിയുടെ കാറിൽ കയറി പോകുന്നത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആൻ്റണിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ആൻ്റണി, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? അതെ പാർലറമ്മ, എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് ഈ ആൻ്റണി ചെയ്തിട്ടുണ്ട്. ഇന്നും കൂടി കണ്ടോ സച്ചിനെ? ഇനി നിങ്ങൾക്ക് സച്ചിയെ നേരെ ചൊവ്വനെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറയാനേ ശ്രുതി പറയുന്നുണ്ട്. അയ്യോ, നിങ്ങൾ എന്താ ചെയ്ത? അതെ, ബ്രേക്കൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അവൻ ഇനി ആ വണ്ടി എവിടെയും നിർത്താൻ പോണില്ല എന്ന് പറയാന്. അയ്യോ, അത് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ശ്രുതിയും ആ കാറിൽ കയറിയിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡും കയറിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു. നിങ്ങളുടെ ഹസ്ബൻഡ് ആ വണ്ടിയിൽ കയറാതെ നോക്കേണ്ടത് നിങ്ങളല്ലായിരുന്നോ? അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ആൻ്റണി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആകെ ടെൻഷനിലടിച്ചിട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയം ശ്രുതിയുടെ ഫോണിൽ റിങ് അടിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇനി എന്തായാലും സച്ചിയും കൂടി ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സച്ചിയുടെ കോള് കാണുമ്പോഴേ സച്ചി പറയുന്നുണ്ട്, എടാ പാർലറമ്മ എന്നെ വിളിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല, നിന്റെ ഫോൺ എന്താ കിട്ടുന്നില്ലെന്ന് ചോദിക്കണേ. അതെ, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് കോളൊന്നും വരുന്നില്ല, ഇങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ മേടിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ എന്തായാലും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നീ എന്താ പറയുന്നത്? ഞാനെന്തിനാ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്? എനിക്ക് ഷോപ്പ് തുറക്കാനായിട്ട് ടൈം ആയിട്ടുണ്ട്. പിന്നെ വെറുതെ എന്തിനാ നീ ഇപ്പോൾ വെച്ചിട്ട് വല്ല പണിയും നോക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി കോള് കട്ട് ചെയ്യാണ്. വീണ്ടും ശ്രുതി വിളിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി വരുന്ന വണ്ടിയുടെ പുറകെ വരികയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, എന്താടാ പാർലറായിട്ട് എന്തിനാ വിളിച്ചത്? അതെ, അവൾക്ക് ഒരു പണിയില്ല, എന്നെ വെറുതെ വിളിച്ചാന്ന് പറയുമ്പോൾ എന്തായാലും അമ്മ നിങ്ങളോ സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും, നീ എന്തിനാ അത് പറയുന്നതിനിപ്പുറം കോള് കട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അവൾ എന്നോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നാ പറയുന്നതെന്ന് പറയാം. അത് ശരി, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, പാർലർ എടുത്തി പുറകെ ഓട്ടോയിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നീ ഇവിടെ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഓട്ടാൻ നോക്കുന്ന സമയത്ത് സച്ചിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും എടാ അത് വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവണം. എന്താടാ ഈ പറയുന്നത്? നിന്റെ വണ്ടിയിൽ കയറിയപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയ്യോ ഈശ്വര, എനിക്ക് അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് ശ്രുതി ഭയങ്കര വെപ്രാളം കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചി കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. എടാ നീ ഒന്ന് അടങ്ങിയിരി, സമാധാനപ്പെട്, ഞാനും കൂടിയല്ലേ ഇതിനകത്തിരിക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ആളില്ലാത്തടത്ത് കൊണ്ടുപോയി പതുക്കെ ഇടിച്ചങ്ങ് നിർത്താന്ന് പറയാനേ. നീ എന്തൊരു കൂളായിട്ടാ പറയുന്നത്? വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, അന്നേരേ ശ്രുതി എന്നോട് പറഞ്ഞതാ ഇറങ്ങുന്ന്, അപ്പോൾ അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചിക്ക് ചെറിയൊരു സംശയമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി പെട്ടെന്ന് തന്നെ എന്തിനാ കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതെന്നൊക്കെ ഓർക്കുന്നുണ്ട്. എന്നാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ
എങ്ങനെയെങ്കിലും വണ്ടി ഇടിച്ച് നിർത്തണമല്ലോ. അങ്ങനെ ഒരിടത്ത് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ആളില്ലാത്തടത്ത് കൊണ്ടുപോയി പതുക്കെ വണ്ടി ഇങ്ങനെ ഇടിച്ച് നിർത്തുകയാണ്. അങ്ങനെ ഭാഗ്യം കൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്കും ശ്രുതിക്കും യാതൊരുവിധ ആപത്തും ഇല്ല. വണ്ടിക്ക് നല്ല ഒരു പണിയാവുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഇടിച്ച് നിർത്തുകയാണ്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ പാഞ്ഞ് ശ്രുതിയുടെ നേരെയാണ് കേട്ടോ വരുന്നത്. ശ്രുതി, നിനക്ക് എന്തെങ്കിലും പറ്റുമോ, എന്താന്നൊക്കെ പറഞ്ഞിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് എനിക്കൊന്നുമില്ല ശ്രുതി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, പിന്നെ നീ എന്തിനാ എന്നോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ ഒന്ന് പരിഭ്രമിച്ച് പോകുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ ഞാൻ സേഫായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, പിന്നെന്തിനാ പാർലറെടുത്ത് ഇത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കുന്നത്, പിന്നെ ഈ വണ്ടിക്ക് ബ്രേക്ക് കിട്ടില്ല എന്ന് പാർലർ അടുത്തേക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അവളെ സംശയിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങുന്നു പറയുമോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ സച്ചിയെ ഓർക്കുന്നുണ്ട്, ശരിയാണല്ലോ, വണ്ടി നിർത്താൻ പറയുമ്പോൾ അപ്പോൾ പിന്നെ അറിയാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, സച്ചി നിനക്ക് എന്തെങ്കിലും പറഞ്ഞ് എപ്പോഴും എന്നെ എങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കണോ, ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വീണ്ടും നോക്കുകയാണ് കേട്ടോ. അല്ല നീ എന്തിനാ എന്നോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു, അത് ശ്രുതി ഫയൽ എടുക്കാൻ മറന്നില്ലേ, അത് ഞാൻ തരാം, അതൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും അങ്ങ് പരിഭ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ബാസുതി ഞാൻ ഇതേ ഓട്ടോയിലാണ് വന്നത്, ഈ ഓട്ടോയിൽ പോയിട്ട് ഷോപ്പിൽ ഇറങ്ങാമെന്ന് പറയാനേ. ശ്രുതി പറയുന്നുണ്ട്, ഇല്ലില്ല നീ പൊക്കോ, ഞാൻ വന്നോളാം, അമ്മ എങ്ങാണോ അറിഞ്ഞാലേ അത് വലിയ പ്രശ്നമാവെന്ന് പറയാനേ. അപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി നീ വരുന്നുണ്ടോ, നിനക്കിപ്പോൾ എൻ്റെ ഒരു വാക്കും കേൾക്കാൻ വയ്യല്ലേ, നിനക്ക് അമ്മയാണോ വലുതെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ചെല്ലടാ പാർലറുടെ അടുത്തേക്ക്, നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും, നീ പൊക്കോ, ഞാൻ മെക്കാനിക്സിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ എത്തുമെന്ന് പറയാനേ. എന്നിവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു മെക്കാനിക്ക് വന്നിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് സച്ചിയോട് പറയുന്നുണ്ട്, അത് എന്താ സച്ചി, ഈ വണ്ടിയുടെ ബ്രേക്ക് എല്ലാം ഫുള്ള് കട്ട് ചെയ്തിട്ടേക്കുവാണല്ലോ, ഇതാരോ നിനക്കൊരു പണി തന്നാന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോവാണ്. സച്ചി ഇപ്പോൾ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഈ പാർലർ അടുത്തേക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് കരുതുന്നത്, അല്ല പിന്നെ ഇന്ന് സ്ഥിരം ഇല്ലാത്ത ഒരു വെപ്രാളവും ധൃതിയൊക്കെ എന്തിനായിരുന്നു, നിന്നോട് ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞ് പുറകെ വന്ന് എന്തിനാന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നീ വെറുതെ ശ്രുതിയെ സംശയിക്കണ്ട, അങ്ങനെ ബ്രേക്ക് കട്ട് ചെയ്തിരുന്നെങ്കിൽ അവൾ എന്നോട് ഇവിടെ നിർത്തി ഇറങ്ങാൻ പറയില്ലല്ലോ, ബ്രേക്ക് ഇല്ലാത്ത വണ്ടി നിൽക്കില്ലെന്ന് അവൾക്ക് എന്തായാലും അറിയില്ലെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും പിന്നെ ആരായിരിക്കും, എന്തായാലും ഇത് ചെയ്തവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി കാറിനിട്ടൊരു ഇടിയൊക്കെ ഇടിക്കുകയാണ് കേട്ടോ കൈ കൊണ്ട്. അതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, എങ്ങാനും താനാന്ന് അറിയുമെന്ന് ഓർത്തിട്ട്. എന്തായാലും മെക്കാനിക്ക് പറയുന്നുണ്ട്, സച്ചി എന്തായാലും ഇത് നമ്മുടെ ബ്രേക്കിൻ്റെ വയറ് തന്നെ പൊട്ടിപ്പോയതല്ല, ഇത് ഭയങ്കരമായിട്ട് ആരോ നിന്നെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇത് കണ്ടില്ലേ പല പീസാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയാണല്ലോ, അപ്പോൾ കൃത്യമായിട്ടും ഞാൻ എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു എന്നൊക്കെ അറിഞ്ഞ ഒരാളായിരിക്കണം ഇത് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ പണി എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വന്നതായിരിക്കുമെന്ന് ഇങ്ങനെ സച്ചി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയുടെ നേരെ തിരിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എടാ അവളെ വെറുതെ വിട്ടേരെ, ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും എല്ലാം എന്തിനാ അവളെ വെറുതെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, വേണ്ട സച്ചി ആവശ്യമില്ലാതെ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കല്ലേ, നിങ്ങളുടെ കാറിന് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അതിനും ഞാനാണോ കുറ്റക്കാരി, ശ്രുതി നീ വരുന്നുണ്ടോ, എനിക്ക് ഷോപ്പിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതി കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ പാർലറിലേക്ക് പൊക്കോ, ഞാൻ എന്തായാലും അടുത്തൊരു വണ്ടി വിളിച്ചിട്ട് ഞാൻ ഷോപ്പിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പിണങ്ങി പോകുന്ന കാണുമ്പോൾ ശ്രുതിയും പെട്ടെന്ന് തന്നെ കൂടെ അങ്ങ് പോകുന്നുണ്ട്. സച്ചി നീ ഇത് അമ്മയോട് പോയി പറയില്ലെന്ന് ശ്രുതി പറയാണ് കേട്ടോ, ഒന്ന് പോടാ നീ നിന്റെ കെട്ടിയോട് കൂടെ പോകാൻ നോക്കെന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പാർലർ ഏട്ടത്തേക്ക് ഇതിനകത്ത് എന്തോ പങ്കുണ്ട്, ഇന്ന് എന്തായാലും ഞാൻ ഇതിനകത്ത് എന്തായാലും തെളിവോടുകൂടി തന്നെ കണ്ടുപിടിക്കുമെന്ന് ഉറച്ചിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി അടുത്തതായിട്ട് വണ്ടിയുടെ റിപ്പയറിംഗ് ഒക്കെ ശരിയാക്കിയിട്ട് വണ്ടിയും കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പണിയാനുണ്ടല്ലോ അതിനായിട്ട് പോവാണ്. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.